നിങ്ങളൊരു കൊതിച്ചയോ കൊതിയനൊക്കെയാണോ? എന്തിൻ്റെ? ഭക്ഷണത്തിൻ്റെ. ഞാനൊരു ഭക്ഷണ കൊതിച്ചയാണ് കേട്ടോ. ഈ കൊതി എന്ന് പറയുന്നത് പലർക്കും പലതിനോടാവൂലേ, പക്ഷെ നമ്മളെപ്പോഴും അധികവും പറയാ ഭക്ഷണക്കൊതിയാണ്. കാരണം ഫുഡ് എന്ന് പറയുന്നത് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അത് പ്രത്യേകിച്ചും അതിനോട് കൊതി തോന്നുക, എനിക്ക് തോന്നുന്നു പണ്ട് അമ്മമാരുണ്ടാക്കി തന്ന ആ ഫുഡിനോടായിരിക്കും അല്ലേ. ചിലപ്പോൾ നമുക്ക് ആ ഫുഡൊന്നും പണ്ട് ഒട്ടും ഇഷ്ടമല്ലാത്തതായിരിക്കും, പക്ഷെ വലുതായി കഴിയുമ്പോൾ ദൈവമേ ഇതാണോ ഞാൻ ഒട്ടും കഴിക്കാതിരുന്നിരുന്ന ഫുഡ് എന്ന് നമുക്ക് തോന്നില്ലേ. ചില പലഹാരങ്ങൾ, ചില ഭക്ഷണങ്ങൾ ഇന്നത് കിട്ടിയിരുന്നെങ്കിൽ, പ്രത്യേകിച്ചും ദൂരെ നിൽക്കുന്ന സമയത്ത് അതൊന്ന് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നും. പിന്നെ നമ്മളത് മെല്ലെ മെല്ലെ ഉണ്ടാക്കാൻ ശ്രമിക്കും, പിന്നെ നമ്മളതിൽ എക്സ്പേർട്ടാവും, പിന്നെ നമ്മളത് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കും. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ജനറേഷന് ഓർത്ത് നിൽക്കുന്ന ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറയുന്നത് ഈ ഭക്ഷണം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇതിനോളം സ്നേഹം നമ്മൾ പണ്ടൊക്കെ പറയുന്ന പോലെ വയറിലൂടെയാണ് ഒരാളുടെ സ്നേഹം പിടിച്ചു പറ്റാൻ പറ്റുക എന്നൊക്കെ നമ്മളിങ്ങനെ തമാശയ്ക്ക് പറയുമല്ലോ. അപ്പോൾ എനിക്ക് എപ്പോഴും ഇങ്ങനെ തോന്നാറുണ്ട്, അത് നമ്മളൊരു സാധാരണ പോലെ പറയുന്നതാണെങ്കിലും അതൊരു സത്യമാണ്. കാരണം ബാക്കിയൊന്നും നമുക്ക് ലൈഫിൽ ഓർമ്മയില്ലെങ്കിലും നല്ല ഭക്ഷണം ഉണ്ടാക്കി തരുന്ന ഒരാൾ, അതും സ്നേഹത്തോടെ ഉണ്ടാക്കി തന്ന ആളെ നമ്മൾ എന്നും ഓർക്കൂലേ. അതിനി ആര് തന്നെ ആയിക്കോട്ടെ, നമ്മൾ എപ്പോഴും പറയൂലേ, അവരുടെ അവിടെ പോയപ്പോൾ കഴിച്ച ആ ഭക്ഷണം, അവരുടെ ഇവിടെ പോയപ്പോൾ കഴിച്ച ആ പലഹാരം, അത് നമുക്ക് എന്നും ഓർത്തിരിക്കൂലേ. അപ്പം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു കൊതിയന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു പലഹാര കൊതിയന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ പലഹാരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ എന്താ എന്നും ഇല്ലാത്തൊരു പ്രത്യേകതരം കൊതി, കുറേ ദിവസമായിട്ട് തുടങ്ങിയ കൊതിയാണ് കേട്ടോ ഈ ഒരു പലഹാരത്തിന് വേണ്ടിയിട്ട്. വെക്കേഷൻ ആവശ്യത്തിന് ചക്കയും മാങ്ങയൊക്കെ കഴിച്ച് പോകുന്നുണ്ടെങ്കിലും ഇപ്പോഴും നാട്ടിൽ ഇഷ്ടം പോലെ ചക്കയാണ്. അതെന്ത് ചെയ്യണം എന്നറിയാതെ എപ്പോഴും വരട്ടിയിരിക്കുകയാണ്. ഇഷ്ടംപോലെ പലഹാരം ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് രമേശേട്ടനതേ ഒരു സമാധാനമില്ല. അങ്ങനെ പറഞ്ഞിട്ട് നാട്ടിൽ നിന്ന് ഒരു 2-3 പ്രാവശ്യമായിട്ട് വന്ന പാഴ്സലാണ് കേട്ടോ ഈ ഒരു ചക്ക വരട്ടിയത്. ഇതാണ് ആദ്യം വന്ന ചക്ക വരട്ടിയതിൻ്റെ കുപ്പി കേട്ടോ. ഇത് മൊത്തം ഉണ്ടായിരുന്നു. പക്ഷേ ഓരോ പ്രാവശ്യം ചക്കയപ്പം അല്ലെങ്കിൽ ചക്കയട അല്ലെങ്കിൽ കുമ്പിളപ്പം, എന്താണ് നിങ്ങളുടെ നാട്ടിൽ പറയാം? നമ്മുടെ നാട്ടിൽ ഇതിന് ചക്കപ്പം എന്നാണ് പറയാം കേട്ടോ. അത് ഉണ്ടാക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഒന്നെങ്കിൽ അരിപ്പൊടി ഉണ്ടാവില്ല, അല്ലെങ്കിൽ ശർക്കര ഉണ്ടാവില്ല, അതല്ലാതുണ്ടെങ്കിൽ ഇല ഉണ്ടാവില്ല. ഇങ്ങനെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് പക്ഷേ ചക്ക വരട്ടിയത് മാത്രം നല്ല പോക്കാണ്. അങ്ങനെ അത് ഏകദേശം കഴിയാറായപ്പോൾ ദൈവമേ ഇനി ചക്കയുടെ ഉണ്ടാക്കാനുള്ള ചക്ക വരട്ടിയതില്ലേ എന്ന് പറഞ്ഞപ്പോൾ അടുത്ത 2-3 പാഴ്സലും കൂടെ വന്നു. അങ്ങനെ ചക്ക വരട്ടിയതിന് യാതൊരു കുറവുമില്ല. ഇനി ബാക്കി സാധനങ്ങളെല്ലാം കൂടെ വാങ്ങിച്ച് ഇന്ന് എന്തായാലും ഉണ്ടാക്കി കൊടുത്തേ അടങ്ങുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ. ഒരാൾ അത്ര ആഗ്രഹിച്ചൊരു കാര്യം ഉണ്ടാക്കി കൊടുക്കാൻ ഞാൻ പിന്നെ എങ്ങനെയല്ലേ. അങ്ങനെ വല്ലപ്പോഴേ പറയാറുള്ളൂ ഈ ഒരു സാധനത്തിന് കൊതിയുണ്ട് എന്നുള്ളത്. കാരണം കൊതിച്ച് ഞാനാണേ. അപ്പം ഇന്ന് രണ്ടും കൽപ്പിച്ച് ഈവനിങ്ങിൽ നമുക്കതങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ സ്വന്തം ചക്കപ്പം. ഇന്നാണെങ്കിൽ പതിവില്ലാത്ത നല്ല മഴയും കാറ്റും നല്ലൊരു ക്ലൈമറ്റും കേട്ടോ. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, അതിനുള്ള സാധനങ്ങളൊന്നും വീട്ടിലില്ല എന്നുള്ളത് എപ്പോഴത്തെയും പോലെ തന്നെ. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് വാങ്ങിച്ചു വരാം. കാരണം ഈ നാടൻ പലഹാരങ്ങൾ നമ്മൾ കേരളത്തിന് പുറത്ത് താമസിക്കുന്നവർക്ക് ഉടനടി കിട്ടുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അതിനുള്ള സാധനങ്ങൾ. അപ്പോൾ ഇലയാണ് മെയിനായിട്ട് വേണ്ടത് ഈ ഒരു ചക്കപ്പത്തിന്. കുമ്പിളൊന്നും നമുക്ക് കിട്ടാൻ ഒരു വഴിയില്ല. സോ വാഴയില്ലെങ്കിൽ വാഴയില്ല എന്ന് വിചാരിച്ച് നമ്മൾ നേരെ ഒരു കേരള സ്റ്റോറിലേക്കൊക്കെ പോയി അവിടെ നിന്നാണല്ലോ ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും കിട്ടാല്ലേ. സത്യം പറഞ്ഞാൽ ഈ ഒരു ഭക്ഷണം എനിക്ക്, അല്ലെങ്കിൽ ഈ ഒരു പലഹാരത്തിനോട് എനിക്ക് വലിയ കൊതിയില്ല. പൊതുവേ ഭയങ്കര കൊതിച്ചയായ എനിക്ക് ഒട്ടും കൊതിയില്ലാത്ത പലഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ചക്ക വെച്ചിട്ടുള്ള പലഹാരങ്ങളാണ് കേട്ടോ. ചക്ക പായസം, ചക്കയപ്പം, ചക്കയട, ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ലാത്ത സാധനമാണ്. പക്ഷേ രമേശേട്ടനാണെങ്കിൽ നേരെ തിരിച്ചാണ്. ഈ ചക്ക വെച്ചിട്ടുള്ള എല്ലാതും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അധികം അങ്ങനെ ഉണ്ടാക്കാറില്ല. മിത്തുക്കുട്ടിക്കും അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ ഉണ്ടാക്കാത്തൊരു വിഭവമാണ് ശരിക്കും ഈ ചക്കയപ്പം. പിന്നെ ഞാൻ ആലോചിച്ച് വന്നതാണ്, ചക്കയുടെ പല വിഭവങ്ങളും പല അവസ്ഥാന്തരങ്ങളും കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ പല വിഭവങ്ങളും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇന്നേ വരെ ഞാൻ ഉണ്ടാക്കാത്തൊരു സാധനമാണ് ഈ ചക്കയപ്പം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ടെൻഷനും എനിക്കുണ്ട് കേട്ടോ. കാരണം ഇത് ഞാൻ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, അമ്മമാരുണ്ടാക്കുന്നത് കണ്ടിട്ടേ ഉള്ളൂ, പക്ഷെ ഞാനിതൊരിക്കലും ഉണ്ടാക്കിയിട്ടില്ല. പണ്ടൊക്കെ കല്യാണം കഴിഞ്ഞ സമയത്തുണ്ടല്ലോ, എന്നും ഈവനിങ്ങിൽ ഓഫീസ് വിട്ട് വരുന്ന സമയത്ത് ഞാൻ ഓരോരോ പലഹാരങ്ങളായിട്ട് ഉണ്ടാക്കി വെക്കും കേട്ടോ. മിക്കവാറും ഉഴുന്ന് വട,
ഇലയട, അങ്ങനെ എന്നും എന്തെങ്കിലും പലഹാരം ഉണ്ടാവും. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കാനും നാട് വിട്ടു പോകുന്നതിൻ്റെ നൊസ്റ്റാൾജിയൊക്കെ ആയിട്ട് ഇപ്പോൾ സത്യം പറഞ്ഞാൽ പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതേ കുറവാണ്. കാരണം നമുക്ക് പ്രായം കൂടി വരികയാണ്. എന്നും ഇങ്ങനെ പലഹാരങ്ങൾ കഴിക്കുന്നതും അത്ര നല്ലതല്ല, കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആണ് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാത്തത് കേട്ടോ. പക്ഷെ ഓരോ ലീവിന് നാട്ടിൽ പോയാലും ഈ ഒരു പലഹാരം ഉറപ്പായിട്ടും നാട്ടിലുണ്ടാവും, ചക്കപ്പം. ഒരു പലഹാരം ഇല്ലെങ്കിലും ചക്കപ്പം രംഷേട്ടൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും നാട്ടിൽ ഈ ഒരു പലഹാരം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും ഈ ഒരു ചക്കപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടൊന്നും കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇതെൻ്റെ ഫസ്റ്റ് ട്രയൽ ആയതുകൊണ്ട് തന്നെ ഇത് സക്സസ് ആവുമെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. അപ്പോൾ സക്സസ് ആവുകയാണെങ്കിൽ ഇതുപോലെ ഇടയ്ക്ക് ഉണ്ടാക്കാം. പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നു കേട്ടോ, ഈ ചക്ക വരട്ടിയതിൻ്റെ കൂടെ ചക്കപ്പം കൂടെ പാഴ്സലുണ്ടായിരുന്നു. 2 പ്രാവശ്യം ചക്കപ്പം നാട്ടിലുണ്ടാക്കിയിട്ട് അതും കൂടെ പാഴ്സൽ അയച്ചിരുന്നു. 2-3 ദിവസത്തിനുള്ളിൽ എത്തുന്ന കാരണം അത്ര കേടൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഓരോ ദിവസങ്ങളായി വാങ്ങിച്ച സാധനങ്ങളെല്ലാം ഇത് ഇന്ന് ഉപകാരത്തിൽപ്പെട്ടു. അരിപ്പൊടി 2 ദിവസം മുന്നേ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ചക്ക വരട്ടി ഇത് പിന്നെ ഇഷ്ടം പോലെ ഇപ്പോൾ ഉള്ളത് കൊണ്ട് ഇത് ഓരോ നാട്ടിലും ഓരോ രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നുണ്ടാവുക. എനിക്കറിയാം ചിലവർ ചക്ക വേവിച്ച് ഇടുന്നത് കാണാറുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന രീതിയിലാണ് കേട്ടോ. രംഷേട്ടൻ്റെ അമ്മ ഉണ്ടാക്കുന്ന രീതിയിലാണ്. ശരിക്കും തേങ്ങാക്കൊത്താണ് ഇടുക. ഞാനിവിടെ തേങ്ങാക്കൊത്തില്ലാത്തതുകൊണ്ട് നാളികേരം ചിരകിയതാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ശർക്കര എപ്പോഴും ഇവിടെ അതായത് അരിച്ചിട്ടാണ് ഒഴിക്കാറ്. അല്ലെങ്കിൽ ആ കല്ല് കടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ചക്കപ്പത്തിൻ്റെ എല്ലാ ടേസ്റ്റും പോയി കിട്ടും. കുറച്ചും കൂടി ഒരു ലൂസ് കൺസിസ്റ്റൻസി ആവായിരുന്നു എന്ന് എനിക്ക് തോന്നി കേട്ടോ ഉണ്ടാക്കി വന്നപ്പോൾ. അപ്പോൾ ഇത് കുറച്ചൊരു കട്ടി ടെക്സ്ചറാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നല്ല ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അല്ല, നല്ല ലൂസാവരുത്, കുറച്ച് ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. പിന്നെ നല്ല ചൂടോടുകൂടി നല്ല ചൂട് വെള്ളമാണ് അരിപ്പൊടിയിൽ ഒഴിക്കേണ്ടത്. ഈ 2 കാര്യങ്ങളാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ പിന്നെ ബാക്കി വെന്ത് കിട്ടുക എന്നുള്ളൊരു അതായത് കൂടുതൽ വെള്ളമായി കഴിഞ്ഞാൽ അത് വെന്താൽ ഒരു പിളിപിളി പോലെ ഉണ്ടാവും. അപ്പോൾ അത് ഒട്ടും ഇഷ്ടമില്ലാത്തതുകൊണ്ട് കുറച്ച് കട്ടിയായാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് കേട്ടോ. ഈ വാഴയുടെ ഇല വഴറ്റിയാണ്ടല്ലോ അതിന് വരുന്നൊരു മണം, ആ മണം തന്നെ മതി നമുക്ക് ചക്കപ്പം ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് നമുക്ക് തോന്നും. ഞാനിവിടെ ഇഡ്ഡലി ചെമ്പിലാണ് കേട്ടോ ഈ ഒരു ചക്കപ്പം വേവിക്കുന്നത്. അതായത് അടയൊക്കെ ഞാൻ ഇങ്ങനെയാണ് വേവിക്കാറ്. ഈ ഒരു ഇഡ്ഡലി തട്ടിൽ നമുക്ക് കുറേ അടകൾ ഒരേ ടൈമിൽ ഇങ്ങനെ ഇലകൾ ഇങ്ങനെ വെക്കാമല്ലോ. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയ കാരണം ഇതിലാണ് ഞാൻ എപ്പോഴും ഇങ്ങനത്തെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാറ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഏറ്റവും ഇഷ്ടപ്പെട്ട പലഹാരം ഏതാണെന്നൊന്ന് പറയണേ. ഇനി അതവിടെ ഇരുന്നാവട്ടെ, അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് നേരം സംസാരിക്കാമല്ലോ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പലഹാരം എന്ന് പറയുന്നത്, എനിക്ക് എല്ലാ പലഹാരവും ഇഷ്ടമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ പറഞ്ഞ പോലെ ചക്കയുമായി ബന്ധപ്പെട്ടതല്ലാത്ത എല്ലാ പലഹാരങ്ങളും ഇഷ്ടമാണ്. അതായത് ഇലയടയാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് കേട്ടോ. പഴംപൊരി, ഉഴുന്നുവട, പരിപ്പ് വട, പിന്നെ നമ്മുടെ ബേക്കറിയിലെ മുട്ട പപ്സ്, ഇങ്ങനത്തെ സാധനങ്ങൾ, കട്ട്ലറ്റ്, ഇതൊക്കെ എനിക്കിഷ്ടമാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ 3 പേരും മധുരപ്രിയരായതുകൊണ്ട് അധികം റവ കേസരി, മിത്തക്കുട്ടിയുടെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത് കേസരിയാണ്. അതും അമ്മമ്മ ഉണ്ടാക്കുന്ന കേസരി എന്ന് പറഞ്ഞിട്ട് ഞാനത് എപ്പോഴും ഉണ്ടാക്കാറുള്ളതാണ്. അപ്പോൾ ഇന്നിപ്പോൾ രംഷേട്ടന് ഇഷ്ടപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട പലഹാരങ്ങളിലൊന്നായ ചക്കപ്പം. ഇതുപോലെ ചക്കപ്പം ഫാൻസ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യൂ കേട്ടോ. നിങ്ങളെങ്ങനെയാണ് ഉണ്ടാക്കാറ് എന്നുള്ളതും കൂടെ, ആ ഒരു നിങ്ങളുടെ റെസിപ്പിയും കൂടെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കാറെന്നും കൂടെ നമുക്കറിയാമല്ലോ. ഇതിപ്പോൾ നമ്മുടെ ഏരിയയിൽ ഉണ്ടാക്കുന്ന രീതിയാണ്. വെറും ചക്കപ്പം കഴിച്ചിട്ട് കാര്യമില്ലല്ലോ, അതിന് കൂട്ടായിട്ട് ഏറ്റവും അടിപൊളിയായിട്ടുള്ള നല്ല കോഫിയും കൂടെ വേണം. മണം കേട്ടപ്പോഴേക്കും എല്ലാവരും മെല്ലെ ഓരോരോ സൈഡിൽ നിന്ന് എവിടുന്നാണ് എത്തിയതെന്ന് അറിയില്ല. ഒരാളുടെ സന്തോഷം കണ്ടായിരിക്കുന്നത് എന്താണ് വല്ല സ്വർഗം കിട്ടിയ പോലെയാണ് അവർ ഇരിക്കലല്ലേ. ഇതുപോലെ നമ്മളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും സ്നേഹത്തോടെ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം അതേതാണെന്നും കൂടെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അതായത് ഇത്രയും ഞാനൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി കൊടുത്ത് മുന്നിൽ വെച്ചാൽ പോലും ഇത്രയും സന്തോഷത്തോടെ ഞാൻ കഴിക്കുന്നത് കണ്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്ര ഇഷ്ടപ്പെട്ട ഒരു പലഹാരമാണ് രംഷേട്ടന് ഈ ഒരു ചക്കപ്പൊതി എന്ന് പറയുന്നത്. അപ്പം നമുക്കിഷ്ടമുള്ള പലഹാരങ്ങൾ നമ്മൾ ഇതുപോലെ സെൽഫ് ലവ് എന്നുള്ള രീതിയിൽ നമുക്കും ഉണ്ടാക്കാം. ഇതുപോലെ ഇഷ്ടപ്പെടുന്നവർക്ക് സ്നേഹത്തോടെ ആ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതും ഒരു പ്രത്യേക രസമാണല്ലേ. അപ്പോൾ ഇന്നത്തെ ദിവസം മുഴുവൻ ഞാൻ എൻ്റെ ഈ ചക്കപ്പത്തിനായി മാറ്റി വെച്ചിരിക്കുകയാണ് എന്നാണ് എനിക്ക് പറയാറുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇതൊരു കുട്ടി വീഡിയോ ആണ്. എനിക്കെന്തോ ഈ ഒരു വീഡിയോ ഇങ്ങനെ എടുത്ത് വെക്കണം തോന്നി. നാളെ എപ്പോഴെങ്കിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ, രംഷേട്ടനും നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ ഫേവറേറ്റ് ചക്കപ്പം ഉണ്ടാക്കി തന്നൊരു കഥ പോലെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇത് ഞാൻ എടുത്തു വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ പാർട്ട്ണർക്കോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ആർക്കെങ്കിലും ഇഷ്ടത്തോടെ സ്നേഹത്തോടെ അവർക്ക് ഇഷ്ടപ്പെട്ട് വിളമ്പിയ ഭക്ഷണം ഏതാണെന്നും അതിനെക്കുറിച്ചിട്ടുള്ള ഓർമ്മകളോ രസകരമായ കഥകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ബൈ.